പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ 9, 10 താസുആ, ആശുറാ ഈ ദിവസങ്ങളിൽ നമ്മൾ അറിയേണ്ട, ചെയ്യേണ്ട, പ്രവർത്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരുപാട് ദിക്റുകൾ, സ്വലാത്തുകൾ, ഒരുപാട് കാര്യങ്ങൾ, അത് മുഴുവനും നമുക്കൊന്ന് പരിശോധിക്കാം. പരിശുദ്ധമായ മുഹറം എന്ന വാക്ക് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓടി വരുന്നത് മുഹറം 9, മുഹറം 10 ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് മുഹറം 10 ആശുറാഇൻ്റെ ദിവസമാണ്. എന്താണ് ഈ ആശുറാ ദിവസത്തിലെ ശ്രേഷ്ഠത? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് ഇത്ര വലിയ ശ്രേഷ്ഠത കൊടുക്കാനുള്ള കാരണം? വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. പല ആളുകൾക്കും ഒരു സംശയമുണ്ട്. മുഹറം മാസത്തിൻ്റെ പ്രധാനപ്പെട്ട നോമ്പാണല്ലോ മുഹറം 9, 10 താസുആ, ആശുറാ. ഈ താസുആ, ആശുറാ, മുഹറം 9, 10 നോമ്പ് നേർച്ചയാക്കി പിടിക്കാമോ? എന്താണ് അതിൻ്റെ ഉത്തരം? നേർച്ചയാക്കി പിടിക്കുകയാണെങ്കിൽ തന്നെ ആ നേർച്ചയാക്കുമ്പോൾ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു നോമ്പ് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ഖളാ വീട്ടാൻ പറ്റുമോ? ആ നോമ്പ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിശദമായി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അൽഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ മുഹറം മാസം നമുക്ക് അനുകൂലമായ സാക്ഷിയാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്, ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും സഹോദരിമാരും സഹോദരങ്ങളും പലവിധ ആവശ്യങ്ങൾ പറഞ്ഞ് മുറാദുകൾ ഹാസിലാവാൻ, രോഗങ്ങൾ ശിഫയാകാൻ ഓരോ ദുആ വസിയത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയും നമ്മുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള വേദനകൾക്കും എല്ലാ വിധത്തിലുള്ള ഷർറുകൾക്കും അല്ലാഹു തആല അവസാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹറം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്നത് മുഹറം 9, 10 ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് മുഹറം 10 ദിവസമാണ്. ആശുറാ എന്ന ആ ഒരു പേരാണ് മുഹറം എന്ന് കേൾക്കുമ്പോൾ ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതിന് മാത്രം പ്രത്യേകതകൾ ആ മുഹറം 10-നും അതുപോലെ മുഹറം 9-നുമുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലം മുതലേ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പിന് വലിയ ശ്രേഷ്ഠത, അന്ന് ചെയ്യുന്ന ഒരുപാട് അമലുകൾ, അതിനൊക്കെ വലിയ പുണ്യം കൽപ്പിക്കാൻ മുൻഗാമികൾ ശ്രദ്ധിച്ചിരുന്നത് അതിൻ്റെ മഹത്വവും അതിൻ്റെ പ്രതിഫലവും മനസ്സിലാക്കിയത് കൊണ്ടാണ്. താസുആ അതായത് മുഹറം 9, ആശുറാ മുഹറം 10. അശറ 10 എന്ന വാക്കിൽ നിന്നാണ് ആശുറാ 10ാമത്തെ ദിവസം എന്ന് വന്നിട്ടുള്ളത്. അതുപോലെ തിസ്ആ 9 എന്ന വാക്കിൽ നിന്നാണ് താസുആ എന്ന വാക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആശുറാ അതിന് വലിയ പ്രത്യേകതയാണ്. കാരണം ആശുറാ എന്ന പേര് വരാൻ മഹാന്മാർ പറയുന്നു, ഇവിടെ 2 കാരണങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, മുഹറം 1, 2, 3, 4 അങ്ങനെ എണ്ണിയാൽ 10ാമത്തെ ദിവസമാണ് ആശുറാ. അതുകൊണ്ട് 10ാമത്തേത് എന്നർത്ഥം വരുന്ന ആശുറാ എന്ന പേര് അതിന് വെച്ചു. അതൊരു കാരണം പറയുന്നു. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല 10 പ്രവാചകന്മാർക്ക് 10 അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുള്ള ദിവസമായിരുന്നു ആശുറാ. അതുകൊണ്ടാണ് ആ 10 പ്രവാചകന്മാരെ അനുസ്മരിക്കുന്ന ഒരു ദിനമായതുകൊണ്ടാണ് ഈ മുഹറം 10-ന് ആശുറാ എന്ന് പേര് വരാനുള്ള കാരണം. അങ്ങനെ ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ ആശുറാ അതായത് 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നജാത്ത്, സലാമത്ത് കൊടുത്തിട്ടുള്ള ദിവസമാണ്. നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിക്കാം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഒന്ന് ഉണർത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഒന്നാമതായി, മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആദം നബിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത്, അതുപോലെ തന്നെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്ന് അവിടെ സ്വർഗത്തിൽ വെച്ച് ചെയ്തു പോയ ഒരു പിഴവിൻ്റെ പേരിൽ അല്ലാഹു തആല ഭൂമിയിലേക്ക് മഹാനായ ആദം നബിയെ ഇറക്കി. അങ്ങനെ ഭൂമിയിലേക്ക് കടന്നു വന്ന് 2 അഭിപ്രായമുണ്ട്. 300 വർഷമെന്നുണ്ട്, അല്ല 40 വർഷമെന്നുമുണ്ട്. ഏതായിക്കൊള്ളട്ടെ, അത്രമാത്രം വർഷം അല്ലാഹുവേ, ഞാൻ ആ പിഴവ് സംഭവിച്ചു പോയി, എൻ്റെ ഭാഗത്ത് നിന്നും എനിക്ക് നീ പൊരുത്തപ്പെട്ട് തരണേ, എനിക്ക് നീ പുറത്തു നൽകണേ എന്ന് തൗബ ചെയ്തിട്ട് ആ തൗബ അല്ലാഹു സ്വീകരിച്ച ദിവസമായിരുന്നു മുഹറം 10-ൻ്റെ ദിവസം, ആശുറാഇൻ്റെ ദിവസം. ഒന്നാമത്തെ പ്രത്യേകതയാണ്.
അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു തൗബ സ്വീകരിക്കുന്ന ദിവസമാണ് ആഷുറ, ഇനി വരാനിരിക്കുന്ന ദിവസമാണ്. ഇപ്പോഴേ നമ്മൾ അതിൻ്റെ ആ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി വെച്ചാൽ ഇപ്പോഴേ നമുക്ക് ഒരുങ്ങാൻ പറ്റും അതിനു വേണ്ടി. അതുകൊണ്ടാണ് നേരത്തെ തന്നെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. ഒന്നാമത് ആദം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തേത് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യമായി പേന ഉണ്ടാക്കിയതും സസ്യങ്ങൾ പിഴിഞ്ഞ് ചാറാക്കി അത് മഷിയായി ഉപയോഗിച്ച് എഴുതിയ പ്രവാചകരാണ് മഹാനായ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് പ്രവാചകത്വം കിട്ടിയിട്ടുള്ളത് ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇദ്രീസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മഖാമൻ അലിയ, ഉന്നതമായ പദവി അല്ലാഹു കൊടുത്തിട്ടുള്ള ഒരു ദിവസമാണ് മുഹറം 10-ൻ്റെ ദിവസം. മൂന്നാമത്തേത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല വലിയ പ്രളയം, അല്ലേ, നമുക്കറിയാവുന്ന ചരിത്രമാണ്. ജൂതി പർവ്വതം, ഇന്നത്തെ തുർക്കിയിലെ അറാറത്ത് പർവ്വത നിരകളിൽപ്പെട്ട ജൂതി പർവ്വതത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി ആ കപ്പൽ നങ്കൂരമിട്ടു. അതായത് നൂഹ് നബിയും വിരലിലെണ്ണാവുന്ന ഏകദേശം 80ഓളം ആളുകളും കുറച്ച് ജീവികളും, അന്ന് ഭൂമിയിലുണ്ടായിരുന്ന കുറച്ച് ജീവികളുടെ ഇണകളെ ജോഡികളാക്കി അല്ലാഹു തആല ആ കപ്പലിലേക്ക് കയറ്റിയിരുന്നു. അങ്ങനെ ആ കുറച്ച് സംഘം രക്ഷപ്പെട്ടത് ഇതുപോലെ ഒരു മുഹറം 10-ൻ്റെ ദിവസത്തിലാണ്. നാലാമത്തേത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിച്ചതും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ് അതിൽ നിന്നും രക്ഷപ്പെട്ടതും ഇതുപോലെ ഒരു മുഹറം 10-ലായിരുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫത്ഹുൽ മുഈനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തു ത്വാലിബീനിൽ വ്യക്തമായി രേഖപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അഞ്ചാമതായി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരം അല്ലാഹു കൈമാറിയതും ഇതുപോലെ ഒരു മുഹറം 10-ൻ്റെ ദിവസമാണ്. ആറാമത്തേത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ രോഗങ്ങൾ മുഴുവനും അല്ലാഹു തആല ശിഫയാക്കി കൊടുത്തത് ഇതുപോലെ ഒരു മുഹറം 10-നാണ്. ഏഴാമത്തേത് മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ മൂസാ നബി അല്ലാഹു തആല ഫിർഔൻ എന്ന് പറയുന്ന വലിയ ശത്രുവിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10. എട്ടാമത്തേതോ മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ കപ്പലിൽ നിന്നും പുറത്തേക്ക് ജനങ്ങൾ വലിച്ചെറിഞ്ഞു. അങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ ഒരു മത്സ്യം വന്ന് വിഴുങ്ങി. എപ്പോഴാണ് അത് പറയപ്പെടുന്നത്? ദുൽഹിജ്ജ മാസം 1-ാം തീയതിയാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് എണ്ണിയാൽ 40 ദിവസം ഇപ്പുറം, അതായത് ഒരു മുഹറം ദുൽഹിജ്ജ മാസം കഴിഞ്ഞ് മുഹറം 10-ൻ്റെ അന്നാണ് ആ മത്സ്യത്തിൻ്റെ വായയിൽ നിന്നും മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പുറത്തേക്ക് വന്നത്. അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഇതുപോലെ ഒരു മുഹറം 10-ൻ്റെ ദിവസമാണ്. പിന്നെയോ 9-ാമത്തേത് മഹാനായ യഅ്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കണ്ണിന് അല്ലാഹു തആല കാഴ്ച ശക്തി തിരിച്ചു കൊടുത്തു. അതോടൊപ്പം തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജയിൽ മോചിതനായി. ഇത് രണ്ടും സംഭവിച്ചത് ഇതുപോലെ ഒരു ആഷൂറ മുഹറം 10-ൻ്റെ ദിവസത്തിലാണ്. അവസാനത്തേത് 10-ാമത്തേത് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജനനവും അതുപോലെ ശത്രുക്കളിൽ നിന്നും ഈസാ നബിയെ അല്ലാഹു തആല വാനലോകത്തേക്ക് ഉയർത്തിയതും ഇതുപോലെ ഒരു മുഹറം 10-നാണ്. അപ്പോൾ ഈ 10 പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നജാത്ത്, സലാമത്ത്, രക്ഷ, ഗുണം അല്ലാഹു കൊടുത്തിട്ടുള്ള ദിവസമായിരുന്നു മുഹറം 10. മാത്രമല്ല ആകാശത്തെ സൃഷ്ടിച്ചു, ഭൂമിയെ സൃഷ്ടിച്ചു, മഴയെ അല്ലാഹു സൃഷ്ടിച്ചു, അർശിനെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ ലോക അവസാനം സംഭവിക്കുന്നതും ഇതുപോലൊരു മുഹറം 10 ഒരു വെള്ളിയാഴ്ച ദിവസമായിരിക്കുമെന്നും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ മുഹറം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് മുഹറം 10 ദിവസമാണ്. മുഹറം 9, 10 ഈ 2 ദിവസങ്ങളിൽ നമ്മളിലേക്ക് വരാനിരിക്കുന്ന മുഹറം 9, 10 ദിവസങ്ങളിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള അമൽ നോമ്പ് തന്നെയാണ്. മുഹറം മാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ മുഹറം 9, 10-ൻ്റെ ഏറ്റവും പവിത്രമായ, പരിശുദ്ധമായ, പരിപാവനമായ അമൽ ആ നോമ്പ് തന്നെയാണ്. നോമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതലേ ഉള്ള ഒരു അമലാണ്. നോമ്പെന്നുള്ളത് ഉപവാസം,
വ്രതം എന്നുള്ളത് എല്ലാ മതങ്ങളിലുമുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഉള്ള പ്രവാചകന്മാരുടെ എല്ലാ കാലഘട്ടത്തിലും നോമ്പുണ്ട്. പക്ഷേ ഓരോ പ്രവാചകന്മാരുടെയും കാലഘട്ടത്തിൽ വ്യത്യാസമുണ്ട്, രൂപത്തിനും കോലത്തിനുമൊക്കെ. ഇന്ന് നമ്മൾ പിടിക്കുന്ന തരത്തിലായിരുന്നില്ല അന്ന് അവർക്ക് നോമ്പുണ്ടായിരുന്നത്. എന്തായാലും നോമ്പ് സുന്നത്തുള്ള പ്രധാനപ്പെട്ട ദിവസമാണ് മുഹറം 9, 10, താസുആ, ആശുറാ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നോക്കാം. നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വാമ യൗമ ആശൂറ, ഒരു മനുഷ്യൻ മുഹറം 10 എന്ന് നോമ്പ് പിടിച്ചാൽ ഗുഫിറ ലഹു സന, ഒരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും. ഇതൊരു ഹദീസാണ്. ഇതുപോലെ ഒരുപാട് ഹദീസുണ്ട്. ഒരു ഹദീസിൽ ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. മറ്റൊരു ഹദീസിൽ ഒരു കൊല്ലം നോമ്പ് പിടിച്ച, ഒരു വർഷം തുടർച്ചയായി നോമ്പ് പിടിച്ച പ്രതിഫലം അല്ലാഹു കൊടുക്കും. മറ്റൊരു ഹദീസിൽ 60 വർഷം ഇബാദത്ത് ചെയ്ത, ഇത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുള്ള ഖൗലാൻ. അതായത് 60 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലം, അതായത് രാവെന്നില്ല പകലെന്നില്ല തുടർച്ചയായി ഇബാദത്ത് ചെയ്ത പ്രതിഫലമാണ്. മറ്റൊരു ഹദീസിൽ കാണാം കാലം മുഴുവനും, അതായത് നമ്മൾ എത്ര കാലം ജീവിക്കുന്നോ ആ വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലമാണ്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠത, അത്രമാത്രം പ്രതിഫലമാണ് മുഹറം 10 എന്ന് നോമ്പ് പിടിച്ചാൽ കിട്ടുന്നത്. അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ളതാണ് മുഹറം 9 നോമ്പും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ പ്രസക്തമായ ഒരു ഹദീസുണ്ട്, ഒരു വാക്കുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ ജൂതന്മാരായ ആളുകൾ മുഹറം 9 നോമ്പ് പിടിക്കുന്നു. ആ സമയത്ത് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തേ നോമ്പ് പിടിക്കാൻ കാരണം? അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവാചകരാകുന്ന മൂസാ നബിയെ അല്ലാഹു തആല രക്ഷപ്പെടുത്തിയിട്ടുള്ള ദിവസമാണ് ഈ മുഹറം 10, അതുകൊണ്ടാണ് ഞങ്ങൾ നോമ്പ് പിടിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് മൂസാ നബിയോട് ഉള്ള ആ ബന്ധത്തെക്കാൾ 10 മടങ്ങ് ബന്ധമാണ് ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് മൂസാ നബിയോടുള്ളത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ മുഹറം 9 കൂടി നോമ്പ് പിടിക്കുന്നതാണ്. മുഹറം 10 നോമ്പ് പിടിക്കും, അതോടൊപ്പം തന്നെ മുഹറം 9 കൂടി നോമ്പ് പിടിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. പക്ഷേ അള്ളാഹുവിൻ്റെ വലിയ വിധിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മുഹറം കഴിഞ്ഞു, മുഹറം സഫർ റബീഉൽ അവ്വൽ മാസമായപ്പോൾ നബി തങ്ങൾക്ക് രോഗം വന്ന് ഇവിടെ നിന്ന് വഫാത്താവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് മുത്തുനബി തങ്ങൾ വളരെ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് മുഹറം 9 നോമ്പ് പിടിക്കുക, മുഹറം 10 നോമ്പ് പിടിക്കുക. പിന്നെ ഈ മുഹറം 9, 10 നമ്മളിലേക്ക് വരുമ്പോൾ എൻ്റെ പൊന്നു മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പോഴേ നമ്മൾ അതിനുവേണ്ടി സജ്ജമാവുക, ഒരുങ്ങുക. എന്താണ്? സ്വതക്കകൾ ചെയ്യാൻ പരമാവധി നമ്മൾ ആ ദിവസം ശ്രദ്ധിക്കുക. ആ 2 ദിവസങ്ങളിലും മുഹറം 9 അന്നും 10 അന്നും പരമാവധി സ്വതക്കകൾ കൊടുക്കുക, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, കുടുംബത്തിൽ വിശാലത ചെയ്യുക. അത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. കുടുംബത്തിൽ വിശാലത ചെയ്യുക, അതായത് അന്നത്തെ ദിവസം മുഹറം 9 10 ഒരു വിശാലത. സാധാരണ നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങാറുണ്ട്, എങ്കിലും ഒരു സ്പെഷ്യലായിട്ട് അന്നത്തെ ആ ദിവസത്തിൻ്റെ ആ മഹത്വം മനസ്സിലാക്കി സ്പെഷ്യലായിട്ട് മക്കളോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? അവർ ചിലപ്പോൾ പറയും, ഞങ്ങൾക്ക് ഐസ്ക്രീമാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുഴിമന്തിയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഷവർമയാണ്, ഷവായിയാണ്, അങ്ങനെ പലതും അവർ പറയും. അവർ പറയുന്നത് എന്താണോ നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് വാങ്ങി അവർക്ക് കൊടുക്കുക. കുടുംബത്തിൽ വിശാലത, എല്ലാവരോടും സ്നേഹം. എല്ലാ ഭർത്താക്കന്മാരെ പറ്റിയും ഭാര്യമാർ പരാതി പറയുന്നത് എപ്പോഴും ദേഷ്യമാണ് ഉസ്താദെ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ എപ്പോഴും ഞങ്ങളോട് ദേഷ്യപ്പെടുകയാണ്. എൻ്റെ പൊന്നു ഭർത്താക്കന്മാരോട് പറയാറുള്ളത്, ഈ 2 ദിവസമെങ്കിലും നമ്മൾ ഭാര്യമാരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക. അതും കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്നതിൽപ്പെട്ടതാണ്. അങ്ങനെ നമ്മൾ കുടുംബത്തിൽ വിശാലത ചെയ്താൽ മുഹറം 9 10 ഈ കുടുംബത്തിൽ വിശാലത എന്ന് പറഞ്ഞാൽ കുടുംബത്തോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം? അവർ പറയുന്നത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ, നമ്മുടെ ദീൻ നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ് ണെങ്കിൽ അതൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്തു കൊടുത്താൽ ആ കാലം മുഴുവനും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പത്തിലും നമ്മുടെ മക്കളിലും അല്ലാഹു തആല ബറക്കത്ത് നൽകുമെന്ന് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്. അതുപോലെ ഒരുപാട് ദിക്റുകൾ ചൊല്ലാൻ പറ്റിയ ദിവസമാണ് മുഹറം 9 10. ഒരുപാട് ദിക്റുകളുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതൊരു ശ്രേഷ്ഠമായ ദിക്റാൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ ഹസ്ബുനല്ലാഹ്
ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അത് വളരെ ശ്രേഷ്ഠമാണ്. മുഹറം 10-ന്റെ അന്നും 9-ന്റെ അന്നും ഒരുപാട് എണ്ണമില്ലാതെ അതതില്ലാതെ എണ്ണമില്ലാതെ ചൊല്ലേണ്ട ദിക്റുകളാണ് ഈ പറഞ്ഞത്. പ്രത്യേകിച്ച് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന ആ ദിക്ർ അതതില്ലാതെ എണ്ണമില്ലാതെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇവിടെ നമ്മൾ ബഹുവചനമായിട്ട് പറയുമ്പോഴാണ് ഹസ്ബുനല്ലാ എന്ന് പറയുന്നത്. നമ്മൾ ഏകവചനമായിട്ട് നമ്മൾ ഒറ്റക്ക് പറയുകയാണെങ്കിൽ ഹസ്ബി അല്ലാ എന്ന് പറഞ്ഞാലും മതി. അതിവിടെ കൊടുക്കുന്നുണ്ട്. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ആ ദിക്ർ ഇങ്ങനെ ഒരുപാട് കണ്ട് വർദ്ധിപ്പിക്കുക. ഒരുപാട് പ്രതിഫലമാണ് അല്ലാഹു തആല നൽകുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അന്നത്തെ ദിവസം പരമാവധി നമ്മുടെ ബന്ധുമിത്രാദികളെയൊക്കെ വിളിച്ച് നോമ്പ് തുറപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കർമ്മം ചെയ്യുക. ഒരുപാട് ശ്രേഷ്ഠതയാണ് ആ ദിവസത്തിനുള്ളത്. പക്ഷേ അന്ന് നമ്മൾ എന്ത് ചെയ്യും? അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ വിളിച്ചിട്ട് നോമ്പ് കൂടി തുറപ്പിക്കുകയാണെങ്കിൽ ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുക. അല്ലാഹു തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ നോമ്പ് തുറപ്പിക്കുന്ന കാര്യം മറന്നു പോവണ്ട. അതോടൊപ്പം ഇതിലെല്ലാത്തിലും ഉപരിയായി തൗബ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ പറയുക. അസ്തഗ്ഫിറുല്ലാഹ് 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 ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു എണ്ണവും നോക്കണ്ട, ഒരു തസ്ബീഹും പിടിക്കണ്ട, ഒന്നും നമ്മൾ ചെയ്യേണ്ട. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. മുഹറം 9-നും 10-നും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഉമ്മമാരോടും ഉപ്പമാരോടും സ്നേഹത്തോടു കൂടി ഉണർത്തട്ടെ. ഇസ്തിഗ്ഫാർ ഇങ്ങനെ പറയുക. കാരണം ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് തൗബയാണ്. തൗബ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ പ്രവാചകന്മാർ ജീവിതത്തിൽ എപ്പോഴും ചെയ്തിട്ടുള്ള കാര്യമാണ്. അവരൊക്കെ പാപം ചെയ്തവരല്ല, എന്നിട്ട് പോലും അവർ തൗബ ചെയ്തു എങ്കിൽ ആ തൗബയുടെ മഹത്വം അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് എൻ്റെ ഉപ്പമാരും ഉമ്മമാരും ഒരുപാട് ഇസ്തിഗ്ഫാർ പറയേണ്ടതുണ്ട്. ഇനി പറയാനുള്ളത്, പല ഉമ്മമാർക്കും ഇപ്പോഴേ വലിയ വിഷമമാണ്, സങ്കടമാണ്. ഉസ്താദെ, ഞങ്ങൾക്ക് നിസ്കാരമില്ല, ഞങ്ങൾക്ക് മെൻസസ് ആണ്, ഈ മുഹറം 9-നും 10-നും ഞങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ പറ്റൂല, ഞങ്ങൾ എന്ത് അമൽ ചെയ്യും എന്ന് ചോദിക്കുന്ന ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഈ പറഞ്ഞ ഖുർആൻ ഓതുക, നിസ്കരിക്കുക, നോമ്പ് പിടിക്കുക, ഇതൊഴിച്ച് ഇവിടെ പറഞ്ഞിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും എൻ്റെ പൊന്നുമ്മമാർക്ക് ചെയ്യാവുന്നതാണ്. എന്താണ്? നമുക്ക് ദിക്റുകൾ ചൊല്ലാം. ഇവിടെ ഒരുപാട് ദിക്റുകൾ പറയുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് ഇനി പറയാം. ഒരുപാട് ദിക്ർ നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അങ്ങനെ നമുക്കറിയാവുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെയുള്ള ദിക്ർ. അതുപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അത് നമ്മൾ പരിശുദ്ധമായ റമദാനിൽ മാത്രമല്ല എല്ലാ സമയത്തും നമുക്ക് പറയാൻ പറ്റിയ ദിക്റാണ് ആ ദിക്ർ. അങ്ങനെ അറിയാവുന്ന ദിക്റുകൾ മുഴുവനും പറയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വലാത്തുകൾ ചൊല്ലാം. സ്വലാത്ത് നമുക്ക് ഒരുപാട് അറിയാമല്ലോ, ഇഷ്ടമുള്ള സ്വലാത്ത് ചൊല്ലാം. അതുപോലെ കുടുംബത്തിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭർത്താവ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ മക്കൾ കൊണ്ടുവരുന്ന ആ ഇറച്ചിയും മീനും ഒക്കെ എന്താണോ അതൊക്കെ വിളമ്പി വെക്കലും അതൊക്കെ ഒന്ന് തയ്യാറാക്കി പാചകം ചെയ്ത് വെക്കലും. നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ഉമ്മമാരെ. എങ്ങനെ? നിങ്ങൾക്കാണ് കുടുംബത്തിൽ ഏറ്റവും കൂടുതൽ വിശാലത ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം, വലിയ പ്രതിഫലം അല്ലാഹു നൽകും. അതോടൊപ്പം തന്നെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ നമ്മുടെ അനുജന്മാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അനുജത്തിമാരുണ്ട്, നമ്മുടെ ഭർത്താവിൻ്റെ ബന്ധുമിത്രാദികളുണ്ട്, ഭർത്താവിൻ്റെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ വാപ്പ എല്ലാവരെയും ഒരു ദിവസം മുഹറം 9-നോ അല്ലെങ്കിൽ 10-നോ വീട്ടിലേക്ക് വിളിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് ഇവിടെയാണ് നോമ്പ് തുറ എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്. നിങ്ങൾക്ക് നിസ്കാരമില്ല എങ്കിൽ പോലും ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലമാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റിയ കാര്യമാണല്ലോ ഇസ്തിഗ്ഫാർ. ഇവിടെ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ ഉമ്മമാർക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. മുഹറം 9, 10 വളരെ ശ്രേഷ്ഠമാണ്. അതിൽ ചെയ്യേണ്ട മൊത്തത്തിലെ അമലുകളാണ് നമ്മളിവിടെ ചുരുക്കി പറയുന്നത്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പല ഉമ്മമാർക്കും ഉപ്പമാർക്കും സംശയമുണ്ട്, ഉസ്താദെ ഈ മുഹറം 9-നും 10-നും നോമ്പ് പിടിക്കും. ഈ മുഹറം 9-നും 10-നും നോമ്പ് പിടിക്കുമ്പോൾ ഞങ്ങളിൽ പല ആളുകളും മുഹറം 9-ൻ്റെ നോമ്പ് അല്ലെങ്കിൽ മുഹറം 10-ൻ്റെ നോമ്പ് നേർച്ചയാക്കി പിടിക്കാറുണ്ട്. ഞങ്ങളുടെ മുറാദ്
മുറാദുകൾ ഹാസിലാവാൻ, മക്കളുടെ വിവാഹം ശരിയാവാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ ഗൾഫിലെ ജോലിയൊക്കെ ഒന്ന് റാഹത്തിലാവാൻ, സന്തോഷത്തിലാവാൻ, രോഗങ്ങൾ മാറാൻ, അതുപോലെ മക്കളുടെ വിവാഹം ശരിയാവാൻ, അങ്ങനെ ഒരുപാട് ഹലാലായ മുറാദുകൾ ഹാസിലാകുന്നതിന് വേണ്ടി മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് ഞങ്ങൾ നേർച്ചയാക്കിയിട്ടുണ്ട് ഉസ്താദേ. അപ്പോൾ ഈ നേർച്ചയാക്കിയ നോമ്പിൻ്റെ കൂടെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർള് നോമ്പ് ഞങ്ങൾക്ക് പിടിക്കാമോ എന്ന് പല ഉമ്മമാരും സംശയമായി ചോദിച്ചിട്ടുണ്ട്. എന്താ ഇതിൻ്റെ മറുപടി? ഒന്നാമത്തേത്, മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് നമുക്ക് നേർച്ചയാക്കി പിടിക്കാൻ പറ്റും. അവിടെ രണ്ട് പ്രതിഫലമാണ്. ഒന്ന്, നമ്മൾ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് പിടിക്കുന്നു, അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഹലാലായ മുറാദ് ഹാസിലാവാനല്ലേ നമ്മൾ ആ നോമ്പ് നേർച്ചയാക്കിയത്. അതുകൊണ്ട് അള്ളാഹു തആലാക്ക് വളരെ ഇഷ്ടമാണ് ഒരു കാര്യം നമുക്ക് നേടിയെടുക്കാൻ അള്ളാഹുവിനോട് കൂടുതൽ ഇബാദത്ത് ചെയ്തിട്ട് ചോദിക്കുക. അതായത് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക, അല്ലെങ്കിൽ ഒരു നോമ്പ് പിടിച്ചിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. അതൊക്കെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ നോമ്പ് നേർച്ചയാക്കി പിടിക്കുമ്പോൾ വളരെ വലിയ ശ്രേഷ്ഠതയാണ് കിട്ടുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ നോമ്പിൻ്റെ കൂടെ, ഇങ്ങനെ നേർച്ചയാക്കിയ നോമ്പിൻ്റെ കൂടെ റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് പിടിക്കാമോ? ആ നിയ്യത്തും കൂടി വെക്കാമോ? ഇവിടെ എൻ്റെ ഉമ്മമാരെ ശ്രദ്ധിക്കുക, അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതായത് മുഹറം 9-ൻ്റെ നോമ്പ്, മുഹറം 10-ൻ്റെ നോമ്പ് അത് സാധാരണ നേർച്ചയൊന്നും ആക്കിയിട്ടില്ല. സാധാരണ നമ്മൾ പിടിക്കുകയാണെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് കൂടി അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഇവിടെ നമ്മൾ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് ഞാൻ നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ നോമ്പ് പിടിക്കൽ നമുക്ക് നിർബന്ധമായി ഫർളായി. അപ്പോൾ ഈ ഫർളായ നേർച്ചയായ നോമ്പിൻ്റെ കൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. 2 ഫർള് നോമ്പുകൾ ഒന്നിച്ച് നമുക്ക് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ നിയ്യത്ത് വെക്കാൻ പറ്റുകയില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പ് നമ്മൾ പിടിക്കുമ്പോൾ, നേർച്ചയാക്കി പിടിക്കുന്ന ആളുകൾക്ക് അവർക്ക് എന്തുകൂടി നിയ്യത്ത് കരുതാം? ഒന്നാമത്തെ നിയ്യത്ത്, സാധാരണ നിയ്യത്ത്, ഇൻഷാ അല്ലാഹ് താസുആഇൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു, അതൊരു നിയ്യത്ത്. നേർച്ചയാക്കിയവരാണ് എങ്കിൽ ഞാൻ നേർച്ചയാക്കിയ നോമ്പ് ഇതിൻ്റെ കൂടെ പിടിച്ചു വീടുന്നു. മുഹറം 9-ൻ്റെ നോമ്പ് ഞാൻ നേർച്ചയായി പിടിക്കാൻ കരുതിയിട്ടുണ്ട്, ആ നോമ്പ് ഞാൻ പിടിച്ചു വീടുന്നു. അങ്ങനെ 3 നിയ്യത്ത് വെക്കാവുന്നതാണ്. ഇവിടെ നേർച്ചയാക്കാത്ത ആളുകൾക്ക് മാത്രമേ നഷ്ടപ്പെട്ടു പോയ റമദാനിലെ ഫർളായ നോമ്പിൻ്റെ നിയ്യത്ത് ആഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് വേർതിരിച്ച് മനസ്സിലാക്കുക. ഒരു ഫർളായ നോമ്പിൻ്റെ കൂടെ മറ്റൊരു ഫർളായ നോമ്പ് ചേരില്ല. ഒരു സുന്നത്തായ നോമ്പിൻ്റെ കൂടെയേ ഒരു ഫർളായ നോമ്പ് ചേരുകയുള്ളൂ. അത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. പല ഉമ്മമാർക്കുമുള്ള സംശയമാണ്. ആ സംശയം തീർന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിയ്യത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ സാധാരണ നമ്മൾ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും നോമ്പിൻ്റെ നിയ്യത്ത് എങ്ങനെയാണ് വെക്കേണ്ടത്? ഈ വർഷത്തെ മുഹറം 9-ൻ്റെ താസുആഇൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. മുഹറം 10-ൻ്റെ നോമ്പാണെങ്കിൽ ഈ വർഷത്തെ ആഷുറാഇൻ്റെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വീടുന്നു. ഇതാണ് മുഹറം 9-ൻ്റെയും മുഹറം 10-ൻ്റെയും കോമൺ ആയിട്ടുള്ള, പൊതുവായിട്ടുള്ള നോമ്പിൻ്റെ നിയ്യത്ത്. അപ്പോൾ ഇത് വേർതിരിച്ച് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പിടിക്കുന്ന ഈ നോമ്പുകളും അതുപോലെ മുഹറം 9-ൻ്റെയും 10-ൻ്റെയും അതല്ലാത്ത ദിവസങ്ങളിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ഒരുപാട് ഇബാദത്തുകൾ എല്ലാം റബ്ബ് തആല അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്ക് എന്തൊക്കെ പ്രതിഫലങ്ങൾ അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് മുഴുവനും കരസ്ഥമാക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മളോട് ആരൊക്കെ ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ടോ, നമ്മുടെ കമൻറ്റുകളായി അല്ലാതെ നേരിട്ടും ഫോണിലൂടെ വിളിച്ചും അതുപോലെ മെസ്സേജ് അയച്ചൊക്കെ ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് ഉപ്പമാരും ഉമ്മമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ഉസ്താദേ പ്രത്യേകം ദുആ ചെയ്യണേ, ഉസ്താദേ ദുആ രക്കണേ എന്ന് പറഞ്ഞ് ഒരുപാട് പേരാണ് കമൻറ്റ് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളവർ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്നുണ്ട്. നമ്മുടെ സമയപരിമിതിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു ഞങ്ങളുടെ ഈ ക്ലാസ് കേൾക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മുഴുവൻ ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്, രോഗത്തിലാണ്, സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രശ്നങ്ങൾ നീ പരിഹരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഈ മുഹറം മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന
എല്ലാ നല്ല കർമ്മങ്ങളും നീ കബൂലാക്കണേ അള്ളാഹുവെ. ഞങ്ങളുടെ ജില്ലകളുടെ, ഞങ്ങളുടെ സംസ്ഥാനത്തിൻ്റെ, ഞങ്ങളുടെ രാജ്യത്തിൻ്റെ, ലോകത്തിൻ്റെ പല ഭാഗത്തും ഒരുപാട് മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ ഒരുപാട് സങ്കടത്തിലാണ്. എല്ലാവരുടെയും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാവിധത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും അള്ളാഹുവെ നീ അറുതി വരുത്തണേ അള്ളാഹുവെ. പടച്ചവനെ, പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അള്ളാഹുവെ. നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾക്ക് പകരമായി നിന്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹു. എല്ലാവിധത്തിലുള്ള ഖൈറുകളും ഞങ്ങൾക്ക് നീ നൽകണേ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും കബൂലാക്കുമാറാവട്ടെ. ആമീൻ.